ചേച്ചി നീ ഇത്രക്ക് ഇമോഷണൽ ആവാനൊന്നും പാടില്ല. അതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നാലും എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ ചേച്ചി. ഡ്യൂട്ടിക്ക് കയറിയ ദിവസം തന്നെ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ. നീ അങ്ങനൊന്നും ചിന്തിക്കരുത്. ഈ സംഭവം ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാ നിന്നെ അവർ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അംഗീകാരമൊന്നും എനിക്ക് വേണ്ട ചേച്ചി. ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടുകാർ എന്നെ എന്തുമാത്രം വെറുക്കുന്നുണ്ടാവും. അതൊന്നും മനഃപൂർവ്വം അല്ല ഭരത്തെ, അറിവില്ലായ്മ കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നിന്നെ ആദ്യം വെറുക്കേണ്ടത് ഞാനല്ലേ? ഇന്ന് ACP നിന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഇവിടെ നിയമത്തെ മറന്ന് കുടുംബസ്നേഹം കാണിക്കുമായിരുന്നു. ശരിയല്ലേ? ട്രെയിനിങ് ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള പ്രധാന ഉപദേശം നിയമത്തിന് മുന്നിൽ സ്വന്തം ബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതുകൊണ്ട് വീട്ടുകാരെ കുറിച്ചൊന്നും നിനക്കൊരു തരത്തിലുള്ള വിഷമവും വേണ്ട. അതൊക്കെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേച്ചി എന്തിനാ ജയേഷിനെ വീട്ടിൽ പോയി തല്ലിയത്? എന്തിനാ അവന്റെ മൊബൈലൊക്കെ തല്ലിപ്പൊടിച്ചത്? എടാ, എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് നിനക്കറിയാലോ. ചേച്ചിയല്ലേ എത്രയോ തവണ എന്നോടും സേതുവിനോടും പറഞ്ഞിട്ടുള്ളത് എടുത്തു ചാടിയൊന്നും ചെയ്യില്ലെന്ന്. എന്നിട്ടിപ്പോ ചേച്ചി തന്നെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ ചേച്ചി? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി എനിക്കിപ്പോ തരാനാവില്ല ഭരത്തെ. നീ പറഞ്ഞത് 100% കറക്റ്റാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സാഹചര്യങ്ങളാ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നെന്ന്. ഭരത്തെ, ഭാനുവിനൊരു തെറ്റു പറ്റിപ്പോയി. അവളവനെ വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷെ അവനും അവന്റെ വീട്ടുകാരും കൂടി ബുദ്ധിപൂർവം അവളുടെ ഇഷ്ടത്തെ മുതലെടുത്തു. ഒടുവിൽ അത് സ്ത്രീധനത്തിന്റെ പേരിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. എടാ, ഇതാണോ സ്നേഹം? എനിക്കെന്നും വലുത് എന്റെ സഹോദരങ്ങളെ തന്നെയാ. അവരെ സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ സംരക്ഷിക്കും. നീ ഇതൊന്നും ഇത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. നിന്റെ ജോലിയുടെ ഭാഗമാണെന്ന് മാത്രം കരുതിയാ മതി. എടാ, എനിക്കതിലൊരു പരിഭവവും ഇല്ല. മോൻ ചെല്ല്, നീ വിഷമിക്കല്ലേ. നീ നിന്റെ നില മറക്കരുത്. നോക്ക്, നീ ചെല്ല്.